ഇന്ന് രാജ്യത്തിന്റെ എല്ലാ കോണിലും ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് പ്രധാനപ്പെട്ടതും നിർണായകവുമായ നടപടികൾ എടുത്തുവരികയാണ്. അതുവഴി ന്യൂനപക്ഷത്തിന്റെ ജീവിതത്തിന്റെ ദശയും ദിശയും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പദ്ധതിயின் കീഴിൽ ന്യൂനപക്ഷങ്ങളുടെ സമഗ്ര വികസനത്തിനായി കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചറും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, നൈപുണ്യ വികസനം തുടങ്ങിയ പ്രോജക്റ്റുകൾക്ക് മുൻഗണന നൽകി വരുന്നു. പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം അതിന്റെ വികസന യാത്രയിൽ റെക്കോർഡുകൾ കൈവരിച്ചിട്ടുണ്ട്. വരൂ, അവ നമുക്ക് സൂക്ഷ്മമായി അറിയാം. ഏറ്റവും ആദ്യം പോകാം രാജസ്ഥാനിലേക്ക്. അവിടെ PMJVK പാർപ്പിട സൗകര്യങ്ങൾ കൊണ്ട് നിയമ വിദ്യാർത്ഥികളെയും യുനാനി ഡോക്ടർമാരെയും അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ലോ യൂണിവേഴ്സിറ്റി സൗത്ത് ക്യാമ്പസിൽ ലോ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി ശരിയല്ലാത്തത് കാരണം എനിക്ക് കോളേജിൽ വരാനും പോകാനും ധാരാളം പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഈ ഹോസ്റ്റലിനെ കുറിച്ച് അറിഞ്ഞു. ഞാനിവിടെ അപേക്ഷിച്ചു. പിന്നീട് എനിക്കിവിടെ അഡ്മിഷൻ സൗജന്യമായി ലഭിച്ചു. ഞാൻ ടോങ്കിലെ ഗവൺമെൻറ് മൈനോറിറ്റി ഹോസ്പിറ്റലിൽ താമസിച്ച് പഠിക്കുന്നു. ഈ ഹോസ്റ്റൽ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമിന് കീഴിൽ നിർമ്മിച്ചതാണ്. ഇത് കാരണം ഞങ്ങളുടെ നിരവധി പ്രശ്നങ്ങളാണ് ഇല്ലാതായത്. മുമ്പ് താമസിച്ചപ്പോൾ ഞങ്ങൾ PGയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കവിടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നമുണ്ടായിരുന്നു. മുമ്പ് ഞങ്ങളുടെ പഠനത്തെ വല്ലാതെ ബാധിക്കുമായിരുന്നു. കോളേജിൽ നിന്ന് വന്നാലുടൻ ഭക്ഷണത്തിന്റെ കാര്യം ഞങ്ങൾ തന്നെ നോക്കേണ്ടി വന്നിരുന്നു. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയതോടെ ഞങ്ങൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ റിസൾട്ടിലും ഒരു നല്ല ഗ്രോത്ത് കാണുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമിന് കീഴിൽ ഈ ഹോസ്റ്റൽ നിർമ്മിച്ച് ഇത്തരം സൗകര്യം ഞങ്ങൾക്ക് നൽകിയതിൽ ഞാൻ ഇന്ത്യ ഗവൺമെന്റിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് തെലങ്കാന മൈനോറിറ്റീസ് റെസിഡൻഷ്യൽ സ്കൂൾ. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ നൂതന സൗകര്യങ്ങൾ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം സൃഷ്ടിച്ചു. ഈ പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് നിരവധി സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ബോർഡിംഗ്, ഫ്രീ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് നോട്ട്ബുക്സ്, ക്ലീൻ ആൻഡ് ഹൈജീൻ ഫുഡ്, കൂടാതെ പ്യൂരിഫൈഡ് RO ഡ്രിങ്കിംഗ് വാട്ടർ, പെൺകുട്ടികൾക്ക് സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെന്റ്, CCTV സർവേലൻസ് മുതലായവ. അതിനാൽ നിർത്തന പശ്ചാത്തലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ കൈവരിക്കാനും നല്ല വിദ്യാഭ്യാസം നേടാനും കഴിയുന്ന ഇത്തരമൊരു നല്ല പ്രോഗ്രാം ആരംഭിച്ചതിന് ഞാൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യ ഗവൺമെന്റിനും നന്ദി പറയുന്നു. ഇനി പോകാം വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന അസമിലേക്ക്. അവിടെ സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ മനോഹരമായ ഭാവിയുടെ അടിത്തറ പാകുകയാണ്. സ്കൂൾ ഇപ്പോൾ വളരെ അടുത്താണ്. സ്കൂളിൽ വരാനും പോകാനും ഒരുപാട് സൗകര്യം ലഭിക്കുന്നുണ്ട്. വഴി നിർമ്മിച്ചിട്ടുണ്ട്. പോകുമ്പോഴും വരുമ്പോഴും പഠിക്കാൻ ഒരുപാട് സൗകര്യം ലഭിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളെല്ലാം ഉണ്ടാക്കി തന്നതിന് പ്രധാനമന്ത്രിക്ക് വളരെയധികം നന്ദി. വരൂ, അസമിനു ശേഷം കർണാടകയിലേക്ക് പോയി അറിയാം അവിടെ നടന്ന വികസനത്തെക്കുറിച്ച്. അനേക സ്കൂളുകൾ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനകരമാണ്. ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമിനെ കുറിച്ച് പറഞ്ഞു. ബീഹാറിലെ കിഷൻഗഞ്ച് ജില്ലയിലെ ആരോഗ്യ ചികിത്സാ ഭവനിൽ ലഭ്യമായ ആനുകൂല്യങ്ങൾ കൊണ്ടാണ് ന്യൂനപക്ഷം ആരോഗ്യത്തിന്റെ പാത പിന്തുടരുന്നത്. മുമ്പ് ഇവിടെ ഒന്നുമില്ലായിരുന്നു. വളരെ ചെറിയ മരുന്നുകടയായിരുന്നു. ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ വളരെ വലിയ മരുന്നുകടയാണ്. ഇവിടെ എല്ലാ മരുന്നുകളും ലഭിക്കുന്നുണ്ട്. മരുന്നിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനുമില്ല. ഞങ്ങൾക്ക് പുറത്തുപോയി വാങ്ങേണ്ടതില്ല. ഇവിടെ തന്നെ ലഭിക്കും. നേരത്തെ ഇവിടെ ഇത്രയും വലിയ മരുന്നുകട ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈയിടെ ഉണ്ടായതാണ്. ഇവിടെ ഇപ്പോൾ എല്ലാം ലഭ്യമാണ്. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലെ ന്യൂനപക്ഷങ്ങൾക്കായി നിർമ്മിച്ച സ്കൂളുകൾ, കോളേജുകൾ എന്നിവ വികസനത്തിന്റെ കഥ പറയുന്നു. ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് സ്കൂൾ വളരെ പ്രയോജനകരമാണ്. 8ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാണ്. ഞങ്ങളുടെ ഇന്റർ കോളേജിൽ ഒരു സയൻസ് ലാബും കമ്പ്യൂട്ടർ ലാബും പിന്നെ ഒരു ലൈബ്രറിയുമുണ്ട്. ഞാൻ പ്രധാനമന്ത്രിയോട് നന്ദി പറയുന്നു. പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രമിന്റെ ഈ വികസന യാത്ര ഇങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കും. ഒപ്പം ന്യൂനപക്ഷങ്ങളുടെ മുഖത്ത് സന്തോഷത്തിന്റെ പുഞ്ചിരി നിലനിൽക്കുകയും ചെയ്യും. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും ശ്രമം.